ഹായ് ഹലോ ഇന്ന് ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് ചിറക്കര മൂത്തമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിറക്കര ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴത്തേനും 4 മണിയാവാറായി. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മയും മൂത്തമ്മയും കൂടെ ചോറ് വിളമ്പി തരുന്നുണ്ടായിരുന്നു. സദ്യയായിരുന്നു. അപ്പോൾ കറികളൊക്കെ വിളമ്പി ബാലമോൾ കൂടെ വിളമ്പാനായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ വിശന്ന് പപ്പട പരുവായി പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പപ്പടം പരിപ്പും കൂട്ടി കുഴച്ചങ്ങ് തന്നാലും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോൺ വെജ് സദ്യയായിരുന്നേ. സദ്യയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. കാരണം വിശന്ന് പണ്ടടങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ബാലമോൾ വന്നേക്കുന്നു. രാവിലെ അമ്പലത്തിൽ പോയി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കുക. ഇവരൊക്കെ എല്ലാവരും രാവിലെ അങ്ങ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അമ്മയും മക്കളും ശ്രീയേട്ടനും എല്ലാവരും രാവിലെ പോയി. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വന്ന ശേഷമാണ് ചന്ത കാണാൻ ഇറങ്ങിയത്. ചന്ത എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിനടുത്ത് തന്നെ എല്ലാം കിട്ടുന്ന ഒരു ഭയങ്കര ഒരു വലിയ ചന്തയുണ്ട്. അവിടെ മീനുകളും ഇറച്ചിയും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പോയത് വൈകിട്ട് 4 മണി കഴിഞ്ഞ് ആയതുകൊണ്ട് തന്നെ മീനും ഇറച്ചിയൊന്നുമില്ല, അതെല്ലാം ഒതുങ്ങി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം ചന്തയൊക്കെ ഒഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ പിന്നെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു. അതെല്ലാം വാങ്ങി അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതു വിയർത്ത് കുളിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ കൊളുന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ആ കൊളുന്തിൻ്റെ മണം. അപ്പോൾ ഈ ഉത്സവ സീസൺ മാത്രം നമുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷായി നമ്മൾ ഇനിയിപ്പം കുതിരയെടുപ്പ് കാണാനായിട്ട് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി പോകണം. താഴെ വയലിൽ നിന്നാണ് കേട്ടോ കുതിര എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ ചടപടാന്നങ്ങ് റെഡി ആവുമായിരുന്നു. പിള്ളേർ ടീംസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ വല്യമ്മയുടെ മോൻ്റെ മോളാണ് കേട്ടോ ഇത്, അന്നൂട്ടി. അപ്പോൾ അവരെല്ലാവരും റെഡി ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് റെഡിയായി കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പം ചടപടയെന്ന് അങ്ങ് തല കെട്ടുക. കാരണം ഒരു സെറ്റ് ആൾക്കാരെ കണ്ണാടിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാനു നോക്കുന്നു, പിന്നെ അടുത്ത ആൾ നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായിട്ടുള്ള ഒരുക്കമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാം ഒരുങ്ങി റെഡിയായി. ഞങ്ങളങ്ങ് താഴേക്ക് നമ്മുടെ ചേട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അവിടെ പോയി നിന്നാൽ വയലിൽ കുതിരെടുപ്പ് നന്നായിട്ട് കാണാം. അങ്ങനെ അവിടെ നിന്ന് കുതിരയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ സൈഡിലുള്ള അമ്പലത്തിലേക്ക് തൊഴുവാനൊക്കെ പോയി. അവിടെ കെട്ടുകാഴ്ച എല്ലാം റെഡിയായി നിൽപ്പുണ്ടായിരുന്നേ. കുറച്ച് സമയമോടെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് തിരക്ക് കൂടും. ഇത് ആന എഴുന്നള്ളത്, ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുതിര എടുക്കുന്ന നല്ല അടിപൊളി കുതിരെടുപ്പായിരുന്നേ. അപ്പോൾ ഈ കുതിരെടുപ്പ് നല്ല അടുത്ത് നിന്ന് കണ്ടിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഈ കുതിര അങ്ങ് അമ്പലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. പിന്നെ ഭയങ്കര തിരക്കാണ്. ഈ ജനങ്ങളെല്ലാം അതിൻ്റെ കൂടെ അങ്ങ് അമ്പലത്തിലേക്ക് പോകും. അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും നടന്ന് വയലേ അങ്ങ് പോയി. ബാല കുറേ നേരം വയലിലൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുതിരയെടുപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞ് രാത്രി ആയിട്ടോ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേനും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.